ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏവ ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് ആണ്, മുന്തേ കാർലോ പുഡിംഗ്. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രാലിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ചോക്ലേറ്റ് ട്രഫിൾ സോസ് എല്ലാം നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. നിങ്ങളുടെ ചോക്കോ ചിപ്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ബോർബോണിൻ്റെ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടാക്കുമ്പോൾ ആ സമയത്ത് ആ ചോക്ലേറ്റ്സ് ഒന്നുമില്ല എങ്കിൽ ചോക്ലേറ്റ് ട്രഫിൾ സോസ് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ട്രഫിൾ സോസ് വെച്ചിട്ടാണ് ഞാനിത് ബൈൻഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ലാത്ത മീൻസ് അങ്ങനത്തെ ബിസ്ക്കറ്റ് ഇപ്പം ഇല്ല. അപ്പം ഞാനിപ്പോൾ സാധാരണ നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ ക്രീം ബിസ്ക്കറ്റ് ഇല്ലെങ്കിലും ചോക്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ മെൽറ്റൊക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെയും യൂസ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാം. ഇത് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് പുഡിംഗ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും വീഡിയോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രാലിൻസ് ചെയ്തിട്ടുണ്ട്, ട്രഫിൾ സോസ് ചെയ്തിട്ടുണ്ട്, കേക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് സ്ലൈസായിട്ട് കനം കുറച്ചിട്ട്, അധികം തിന്നാവണ്ട, കുറച്ച് തിക്ക് വേണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബൗളിൽ താഴത്തെ ലെയറായിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ കേക്കാണ്. അപ്പോൾ അതിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ മാക്സിമം അതിൽ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞ് പോകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ കേക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വെറ്റാക്കുക. കാരണം ഇത് പുഡിംഗ് ആണല്ലോ. ഇപ്പോൾ നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ നമ്മൾ കേക്ക് ജസ്റ്റ് നമ്മളൊന്ന് മോയ്സ്ചർ ആവാനായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിൽ അടുത്ത ലെയറായിട്ട് യൂസ് ചെയ്യുന്ന ഐസ്ക്രീമാണ്. ഇത് ഞാൻ ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അത് വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഐസ്ക്രീം എടുക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഫ്രീസറെടുത്ത് അപ്പം തന്നെ ഇടരുത്. കാരണം ഐസ്ക്രീം കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ചെറുതായിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം വേണം നമ്മളതിൽ ലെയറായിട്ട് ഇടാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധികം ഒന്നും മെൽറ്റ് ചെയ്യേണ്ട, നമുക്ക് സ്പ്രെഡ് ചെയ്യാവുന്ന ആ കൺസിസ്റ്റൻസി വരുന്ന വരെ മതി. ഒരുപാട് അങ്ങോട്ട് മെൽറ്റായി പോകണ്ട. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കട്ടിയിൽ നിങ്ങൾക്കത് ആ ലെയറായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയിൽ ഞാൻ യൂസ് ചെയ്യില്ല, വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. ഇനി അതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒടിച്ചിടങ്ങി ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒടിച്ചിടാം. ഇനി അങ്ങനെ അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒടിച്ചിടുന്നത് പീസായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട്, അധികം പൊടിഞ്ഞു പോരുത്, ഒരു മീഡിയം ഇതിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് തരി പോലെ ആ ഒരു ഇതിൽ നിങ്ങൾക്കിതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് കഴിഞ്ഞ് ഇതിലോട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ അടുത്തായി ഇട്ട് കൊടുക്കാൻ പോകുന്നത് പ്രാലൻസാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രാലൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടി കടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അധികം അങ്ങോട്ട് പൊടിക്കണ്ട ക്രഷ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതിൽ അത്യാവശ്യം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പൊടി തരിയായിട്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മുകളിൽ അടുത്ത ലെയറായിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റാണ് നമ്മൾ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ വൈറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് നിങ്ങൾക്കിടാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ
ഇതിലോട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുക. ചോക്ലേറ്റിൻ്റെ ആ ചോക്കോ ചിപ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും ഡാർക്കിലും കിട്ടും, വൈറ്റിലും കിട്ടും നമുക്ക്. അപ്പോൾ അതിലേതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ താഴെ ഇതിലിങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ട്രഫിൾ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ട്രഫിൾ സോസ് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനോട്ട് ഒരു ലെയറും കൂടി നമ്മൾ ഐസ്ക്രീം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ട്രഫിൾ സോസ് ആഡ് ചെയ്താൽ മതിയെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തോരം മാക്സിമം നമ്മൾ ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്ത് ഫില്ല് ചെയ്യുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ പുഡിങ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, അറിയാലോ. അത് തന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ് കേക്ക്. പിന്നെ പ്രാലൈൻസ്, ഒരു ട്രഫിൾ സോസ്, ഐസ്ക്രീം, ചോക്കോ ചിപ്സ് എല്ലാം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ ഞാൻ ഐസ്ക്രീം ഇതിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ലെയറായിട്ടാണ് ഞാനതിൽ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലെയറും കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ടൊരു 4 to 6 hours നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നമ്മൾ അത്രയും നേരെങ്കിലും ഫ്രീസറിൽ വെച്ചാലാണ് അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ഫ്രീസറിൽ എടുത്ത് അപ്പം തന്നെ നമ്മൾ എന്താ പറയുക എടുത്ത് കഴിക്കരുത്. ജസ്റ്റ് 1-2 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മുന്തേ കാർലോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണേ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുത്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. ഇനി കുറച്ച് ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ അതും ചെയ്യാം. അതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, നിങ്ങളുടെ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്കിത് എടുക്കാം. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പിള്ളേരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എപ്പോഴും നമ്മൾ ബേക്കറീനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ വെറൈറ്റി ആയിട്ട് റെസിപ്പീസ് പിള്ളേർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ ഏവ ടേസ്റ്റ് ബഡ്സിൻ്റെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ്റെ സൈഡിൽ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ മെസ്സേജായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുരക്ഷിതരായി ഇരിക്കാൻ നോക്കുക. നമ്മുടെ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എൻജോയ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.